നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണലാണ്, മെഡിക്കൽ ഡോക്ടറാണെങ്കിലും മനസ്സിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച്, ശരീരത്തിൻ്റെ ആരോഗ്യത്തിനൊപ്പം തന്നെ മനസ്സിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് കൂടി നമുക്കിന്ന് ചർച്ച ചെയ്യാനുണ്ട്. ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് ഇവിടെ പങ്കുവെക്കുന്നത്. അതായത് എൻ്റെ മെഡിക്കൽ ക്ലിനിക്ക് ഞാൻ സൈക്യാട്രിക് കേസുകൾ കൂടി നോക്കുന്ന ക്ലിനിക്കായി അപ്ഗ്രേഡ് ചെയ്തിട്ട് 6 years ആയി. ഈ 6 വർഷം കൊണ്ട് അനവധി അനുഭവങ്ങളാണ്, കേസുകളാണ് മുന്നിൽ വരാറുള്ളത്. പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായിട്ട് മുന്നിൽ ആളുകൾ വരും. ഇതൊക്കെ കേൾക്കുകയും പരസ്പരം പങ്കുവെക്കുകയും പരിഹാരം കണ്ടെത്തുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിൽ വരുന്ന, അല്ലെങ്കിൽ ഉള്ളിലിങ്ങനെ അറിയുന്ന ഒരു ചിന്തയുണ്ട്, അവസാനം എത്തിച്ചേരുന്ന ഒരു ഉത്തരമുണ്ട്. ഈ മനുഷ്യന്മാർക്കെല്ലാം, ഞാനടക്കമുള്ള ഈ പാലോളി കുടുംബത്തിലുള്ള ഓരോ ആളുകൾക്കും ഒരുപക്ഷെ പലതരത്തിലുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാവും. നമുക്കൊക്കെ തമ്പുരാന് പലതുകൾ കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും നമ്മളൊക്കെ. ഒരുപക്ഷെ സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാം, ആരോഗ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാം, പേരും പ്രശസ്തിയും ഉണ്ടായിരിക്കാം, സ്ഥാനമാനങ്ങൾ ഉണ്ടാവുമായിരിക്കാം. ഇവയൊക്കെ തന്ന് അനുഗ്രഹിക്കപ്പെട്ടുവെങ്കിലും ഇതെല്ലാം നമുക്ക് അതേ അർത്ഥത്തിലും ആഴത്തിലും ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ എനിക്ക് നൽകിയ സമ്പത്ത്, എനിക്ക് നൽകിയ ആരോഗ്യം, എനിക്ക് കിട്ടിയ പേര്, പ്രശസ്തി, എൻ്റെ ആനന്ദങ്ങൾ, ഇതെല്ലാം എനിക്ക് അതേ ആഴത്തിൽ ആസ്വദിക്കാൻ സാധിക്കുന്നത് എപ്പോഴാണെന്നറിയോ? ഇതെല്ലാം അവസാനിപ്പിച്ച് ഇന്നത്തെ ഈ കൂടിച്ചേരലൊക്കെ കഴിഞ്ഞ് നമ്മൾ കയറി ചെല്ലും ഒരിടത്തേക്ക്, സമാധാനത്തോടുകൂടി സ്വസ്ഥതയോടുകൂടി കിടന്നുറങ്ങാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന നമ്മുടെ ഇടം. നമ്മുടെയൊക്കെ എന്താണ്? എവിടെയുണ്ടായാലും ഞങ്ങൾ സമാധാനത്തിൽ കിടന്നുറങ്ങാൻ ആഗ്രഹിക്കുന്നത്? റിസോർട്ടിലാണോ? ഹോട്ടൽ റൂംസിലാണോ? അല്ല അല്ലേ? അതൊരു കൂരയായിരിക്കാം ഒരുപക്ഷെ. 4 ചുവരുകളും ഒരു മേൽക്കൂരയും മാത്രമുള്ള, സുഖ സൗകര്യങ്ങളൊന്നുമില്ലാത്ത, ആഡംബരങ്ങളൊന്നുമില്ലാത്ത വെറും ഒരു കൂര മാത്രമായിരിക്കാം. വെയിലും മഴയും കൊള്ളാതെ നമ്മെ സംരക്ഷിക്കുന്ന വെറും ഒരു കൂരയായിരിക്കാം. പക്ഷെ അതെൻ്റെ വീടാണ്, അതെൻ്റെ കുടുംബം ഇരിക്കുന്ന ഇടമാണ്, അതെൻ്റെ ഏറ്റവും സ്വസ്ഥത നൽകുന്ന സ്ഥലമാണ്, അതെനിക്ക് ഏറ്റവും സംതൃപ്തിയേകുന്ന ഇടമാണ്. ആ തോന്നലുണ്ടോ? ആ തോന്നൽ നമുക്ക് വരുന്നുണ്ടോ? അവിടെ എത്തിച്ചേരണമേ എന്ന ആഗ്രഹം നമുക്കുള്ളിൽ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ടോ? എങ്കിൽ ഈ പറഞ്ഞ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഈ പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഓരോ ദിവസവും മുന്നിൽ വരുന്ന അനുഭവങ്ങൾ ഇതിലേക്കാണ് വെളിച്ചം വീശുന്നത്. ഒരിക്കൽ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നതാണ്. ഞാൻ അറിയുന്ന ഒരു നാട്ടിലെ ഏറ്റവും പ്രശസ്തനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നേരത്തെ പറഞ്ഞ ഈ അനുഗ്രഹങ്ങൾ കൊണ്ടൊക്കെ സമ്പുഷ്ടമാണ് അദ്ദേഹം. വിദ്യാഭ്യാസം കൊണ്ടായിക്കോട്ടെ, സമ്പത്ത് കൊണ്ടായിക്കോട്ടെ, സ്ഥാനമാനങ്ങളായിക്കോട്ടെ, പേരും പ്രശസ്തിയും ആയിക്കോട്ടെ, ഇതെല്ലാം കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തി. മാത്രമല്ല, ആ നാട്ടിൽ ആർക്കെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, ആർക്കെന്ത് പ്രോബ്ലം വന്നാലും ഇയാളുടെ അടുത്താണ് ആ പ്രശ്നം എത്തിച്ചേരുക. കാരണം അവിടെ എത്തിയാൽ ദർ ഇസ് എ സൊല്യൂഷൻ, അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന ഒരു വിശ്വാസമാണ് എല്ലാവർക്കും. എല്ലാ പ്രശ്നങ്ങളും കൂടി ആലോചിച്ച് ഒരു ഉത്തമ പരിഹാരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിവുള്ള, ആ പ്രശ്നങ്ങളെ പരിഹരിച്ചു കൊടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരിക്കൽ വളരെ അവിചാരിതമായിട്ട് കണ്ടുമുട്ടുകയാണ്. അദ്ദേഹം എന്നെ കാണാൻ വേണ്ടിയിട്ട് ക്ലിനിക്കിൽ വരികയാണ്. വന്ന സമയത്ത് എനിക്ക് അത്ഭുതമായി. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നെ നേരിട്ട് അത്ഭുതം പ്രകടിപ്പിക്കുകയാണ്. നിങ്ങൾ എന്താ ഇവിടെ? നിങ്ങൾക്ക് എന്താണ് ക്ലിനിക്കിൽ? നിങ്ങൾക്ക് എന്താ അസുഖം? മുട്ടുവേദനയാണോ കാലുവേദനയാണോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, നീ മുട്ടുവേദനയ്ക്കും കാലുവേദനയ്ക്കും ആയുർവേദ മെഡിസിൻ കൊടുക്കുന്ന ആയുർവേദ ഡോക്ടറാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് ആയുർവേദ മരുന്നല്ല വേണ്ടത്, ആയുർവേദ മെഡിസിൻ അല്ല വേണ്ടത്. ഐ വോണ്ട് ടു ടോക്ക് ടു യു. കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്ക് മോളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പറയാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത്, അദ്ദേഹത്തിൻ്റെ വീടിനുള്ളിലെ ഇത്രയേറെ മഹാനായ വ്യക്തിയുടെ വീടിനകത്ത് നിന്നും അദ്ദേഹം അനുഭവിക്കുന്ന പ്രയാസങ്ങളായിരുന്നു അവിടെ പങ്കുവെക്കപ്പെട്ടത്. സത്യം പറഞ്ഞാൽ എന്നെ പിന്നെയും പിന്നെയും ഇങ്ങനെ ചിന്തിപ്പിച്ച കാര്യങ്ങളായിരുന്നു. ആ വ്യക്തിയെ നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങേയറ്റം സന്തുഷ്ടവാനാണ്, വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്.
പക്ഷേ ഇവയൊന്നും ആസ്വദിക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ സന്തോഷമൊന്നും അയാൾക്ക് ആസ്വദിക്കാനോ അല്ലെങ്കിൽ സംതൃപ്തി അടയുവാനോ സാധിക്കുന്നില്ലല്ലോ എന്നൊരു ദുഃഖം ആ കുറച്ച് സമയത്തെ ചർച്ചയിൽ നിന്നും മനസ്സിലാകുകയാണ്. നോക്കൂ, ഒരുപക്ഷെ ആ വീടിനകത്തേക്ക് കയറുമ്പോൾ അവിടെയുള്ള ഭാര്യയിൽ നിന്നായിരിക്കാം, മക്കളിൽ നിന്നായിരിക്കാം, മറ്റു ബന്ധുക്കളിൽ നിന്നായിരിക്കാം, മാതാപിതാക്കളിൽ നിന്നായിരിക്കാം. ഇതാണ് ബന്ധങ്ങളുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയല്ലേ പരിശുദ്ധ ഖുർആനിൽ 4-ാം അധ്യായത്തിൽ നമ്മെ ഉണർത്തുന്നുണ്ട് അല്ലേ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അള്ളാഹുവിനോട് മറ്റൊന്നിനെയും പങ്കു ചേർക്കാതെയും ഇരിക്കുക. നമ്മളെല്ലാം മുസ്ലിംസ് ആണ്, ഇസ്ലാം മതവിശ്വാസികളാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണ്. നോക്കൂ, ഖുർആൻ പിന്നെയും പിന്നെയും നമ്മെ എപ്പോഴും ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോട് മറ്റൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. അതിനോടൊപ്പം ചേർത്ത് പറയുകയാണ്, അള്ളാഹുവിനോടൊപ്പം നമ്മുടെ ദൈവത്തോടൊപ്പം ചേർത്ത് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കുക. നോക്കൂ, ഖുർആനിൽ ഈ ഒരു വചനത്തിൽ മാത്രമല്ല, പല വചനങ്ങളിലും അള്ളാഹുവിനോട് ചേർത്ത് വെച്ചിട്ടാണ് മാതാപിതാക്കളെ പറയുന്നത്. ഉമ്മയെയും ഉപ്പയെയും മാതാപിതാക്കളോട് ചേർത്ത് വെച്ചിട്ടാ സംസാരിക്കുന്നത്. അവിടെ തന്നെയല്ലേ ഒരു കുടുംബം തുടങ്ങുന്നത് അല്ലേ? കൂടുമ്പോൾ ഇമ്പം പകരുന്ന ഈ പാലോളി കുടുംബം പോലെ കൂടിച്ചേരുമ്പോൾ കണ്ട എന്ത് ഇമ്പ അല്ലേ? ഇങ്ങനെ നോക്കുമ്പോൾ ഒരു സാഗരം പോലെ ഇങ്ങനെ വർണ്ണാഭമായി ഇമ്പം ഇങ്ങനെ പാറിക്കളിക്കുകയാണ്. ഇതുപോലെ ഇമ്പം പകരുകയാണ് ഓരോ കുടുംബങ്ങളും കൂടിച്ചേരുമ്പോൾ. ഇമ്പം പകരുന്ന ഈ കുടുംബങ്ങൾ അല്ലേ, ആ കുടുംബം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. എങ്ങനെയുള്ള ആണും പെണ്ണുമാണ്? ഈ കുടുംബത്തെ നമ്മളൊരു ചങ്ങലയോട് ഉപമിക്കുകയാണ് എങ്കിൽ ആ ചങ്ങലയുടെ ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത് ഈ ഇണകളാണ്, ഭാര്യയും ഭർത്താവുമാണ്. മലയാള ഭാഷയിൽ ഭാര്യ ഭർത്താവ് എന്ന് പറയാൻ പാടില്ല. എന്തുകൊണ്ടാ പാലോളി പെണ്ണുങ്ങളെ, എന്തുകൊണ്ടാ ഭാര്യ ഭർത്താവ് എന്ന് പറയാൻ പാടില്ലാത്ത? വാട്ട് ഇസ് മീൻ ബൈ ഭാര്യ ആൻഡ് ഭർത്താവ്? അയ്യേ, നിങ്ങൾ എന്തൊന്നും മിണ്ടാത്ത? നിങ്ങളെ സംഘാടകർ എൻ്റെ അടുത്ത് പറഞ്ഞു പാലോളിയിലത്തെ പെണ്ണുങ്ങൾ ഭയങ്കര പെണ്ണുങ്ങളാട്ടോ എന്ന്. എന്ത് ചോദിച്ചാലും ടപ്പേന്ന് പറഞ്ഞ പോലെ ഉത്തരം പറയുന്നു. എന്തേ ഉത്തരം വരുന്നില്ലല്ലോ? ഭാര്യ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഭരിക്കപ്പെടുന്നവളാ. ഭർത്താവ് എന്ന് വെച്ചാലോ? അത് ആണുങ്ങൾ പറയട്ടെ അല്ലേ. ഭർത്താവ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഭരിക്കുന്നവനാണോലോ. അങ്ങനെയാണോ? ശരിക്കും അങ്ങനെയാണോ? പാലോളിക്കാരെന്താ വിശ്വസിക്കുന്നേ? ആദ്യത്തെ കണ്ണി ഇണകളാണ്. ആ കണ്ണി എത്രയേറെ ദൃഢമാവുന്നോ അത്രയേറെ ദൃഢതയുള്ള ചങ്ങലയായിരിക്കും ആ കുടുംബം. ആ കണ്ണി ഇങ്ങനെ ആടി ഉലഞ്ഞ കണ്ണിയാണോ? മറ്റു കണ്ണികൾക്ക് അവിടെ പ്രസക്തി ഉണ്ടോ? ഇല്ല. ആദ്യത്തെ കണ്ണി തന്നെ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അത് ചങ്ങലയല്ല, അത് ദൃഢതയില്ലാതെ ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ചങ്ങലയായി പോവാണ്. അതുകൊണ്ട് തുടക്കം അവിടെയാണ്, ഇണകളെയാണ്. അതുകൊണ്ടല്ലേ ഈ പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ പരസ്പരം ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനും സംതൃപ്തി അടയുവാനും വേണ്ടി നിങ്ങളെ ഞാൻ ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു. നോക്കൂ, നിങ്ങൾ ഇണകളോടാ പറയണത് കേട്ടാ, ആണിനോടോ പെണ്ണിനോടോ മാത്രമല്ല. ആണിനോട് മാത്രമായിട്ട് ആണെ നീ ആനന്ദിച്ചോ ആഹ്ലാദിച്ചോ സംതൃപ്തി അടഞ്ഞോ എന്നല്ല ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ പരസ്പരം ആനന്ദിക്കുവാനും ആഹ്ലാദിക്കുവാനും സംതൃപ്തി അടയുവാനും വേണ്ടി ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു. ഇണകളാക്കിയതേ ആനന്ദിക്കാനാ, ആഹ്ലാദിക്കാനാണ്, സംതൃപ്തി അടയുവാനാണ്. നെഞ്ചിൽ ഇങ്ങനെ കൈവച്ച് ഞാനും നിങ്ങളൊക്കെ ആലോചിക്കണം, എനിക്ക് സംതൃപ്തി ഉണ്ടോ? ഞങ്ങൾ കൂടുമ്പോൾ സംതൃപ്തിയാണോ ഉണ്ടാവുന്നത്? ആനന്ദമാണോ ഉണ്ടാവുന്നത്? ആഹ്ലാദമാണോ ഉണ്ടാവുന്നത്? എന്താ ഇതിൻ്റെയൊക്കെ പ്രസക്തി? എന്താ? കഴിഞ്ഞ ദിവസം 4-ാം ക്ലാസ് പഠിക്കുന്ന ഒരു മോനെ കൗൺസിലിങ്ങിന് കൊണ്ടുവരികയാണ്. അവൻ്റെ അടുത്ത് ചില സ്വഭാവ വൈകല്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്നത്. മോൻ അടുത്തിരുത്തി സംസാരിച്ച് തുടങ്ങി. വന്ന സമയം മുതൽ അവൻ്റെ തലയിൽ തൊപ്പിയുണ്ട്. ഞാൻ പലതവണ മോനെ തൊപ്പി ഒന്ന് മാറ്റുമെന്ന് പറയുന്നുണ്ടെങ്കിലും മൂപ്പര് മാറ്റാൻ കൂട്ടാക്കണില്ല. അങ്ങനെ പോവാൻ സമയം ഞാൻ എന്ത് ചെയ്തു, തൊപ്പി ഒന്ന് മാറ്റി. വിത്ത് അവൻ്റെ പെർമിഷനോട് കൂടിയിട്ട് ഞാൻ തൊപ്പി ഒന്ന് മാറ്റി കഴിഞ്ഞപ്പോൾ അവൻ്റെ മുടിയിൽ പല ഭാഗങ്ങളിലുമായിട്ട് മുടി പറഞ്ഞു പോയിട്ടുണ്ട്. മുടി ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. സാധാരണഗതിയിൽ മുടി റൗണ്ടിൽ
കൊഴിഞ്ഞു പോകുന്നൊരു അസുഖമുണ്ട് എട്ടിക്കേറിയ എന്ന് പറയുന്നത്. പക്ഷെ ആ അസുഖമല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് കാരണം ഞാൻ അവൻ്റെ ഉമ്മയെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ മോൻ്റെ മുടിയിൽ ഇങ്ങനെ പല ഭാഗങ്ങളിലുമായിട്ട് മുടി പോയിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ ഉമ്മ വളരെ നിസ്സാരമായിട്ട് പറഞ്ഞു, അത് പിന്നെ ഡോക്ടറെ എന്നും മഗ്‌രിബിൻ്റെ സമയമായി കഴിയുമ്പോൾ നിസ്കാരം ഖുർആനോത്തൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാനിരിക്കുമല്ലോ, പഠിക്കാനിരിക്കുമ്പോൾ അവനൊരു ശീലമാണ് മുടി ഇങ്ങനെ പറിച്ചെടുക്കും, മുടി ഇങ്ങനെ പറിച്ചെടുക്കും. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു വെച്ചു. എനിക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായി. ഉമ്മയെ പുറത്താക്കിയിട്ട് ഞാൻ മോനെ കുറച്ച് സമയം കൂടെ അരികിലിരുത്തിയിട്ട് ചോദിച്ചു, എന്തിനാ പൊന്നു മോൻ ഇങ്ങനെ മുടി പറിച്ച് വലിക്കുന്നേ? അത്ര നേരം അവൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴുണ്ടായിരുന്ന പോലെ അല്ല ആ കാര്യത്തിന് അവൻ എൻ്റെ അടുത്ത് സംസാരിച്ചത്. അവൻ കരയാൻ തുടങ്ങി. കരഞ്ഞിട്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഓർമ്മ വെച്ച സമയം മുതൽ, എനിക്കിങ്ങനെ ഓർമ്മയുള്ള കാലം തൊട്ട് തന്നെ എൻ്റെ ഉമ്മയും ഉപ്പയും വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഭയങ്കര കലഹമാണ്, ബഹളമാണ്. ഉപ്പ പണിയൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തും, ഉമ്മയും വീട്ടിലുണ്ടാവും. ഇവർ തമ്മിൽ കലഹിക്കാൻ തുടങ്ങും. ചെറിയ കുട്ടിയായ സമയത്ത് ഞാൻ കരയുമായിരുന്നു. ഞാൻ ഇത് കേൾക്കുന്നത് മുതൽ കാണുമ്പോൾ തൊട്ടേ ഞാൻ കരയാൻ തുടങ്ങും. പക്ഷെ ആരും എന്നെ മൈൻഡ് ചെയ്യൂല. കരയണ്ടെന്ന് പറഞ്ഞിട്ട് ഉമ്മയൊന്ന് സമാധാനിപ്പിക്കും, അല്ലാണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാവുമായിരുന്നില്ല. കുറച്ചും കൂടെ മുതിർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കരച്ചിലൊക്കെ നിർത്തി. കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. പക്ഷെ കരച്ചിൽ നിർത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ഇവരുടെ ബഹളവും കലഹമൊക്കെ കേൾക്കുമ്പോൾ, ഇവർക്കിടയിലുള്ള അസ്വാരസ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ദേഷ്യം വന്ന് തുടങ്ങിയപ്പോൾ ഈ ദേഷ്യം മാറാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കൈകൾ രണ്ടും മുടിയിലിട്ടിട്ട് മുടി ഇങ്ങനെ പിടിച്ച് വലിക്കാൻ തുടങ്ങി. അവർ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞ് കലഹിക്കും, ഞാൻ എൻ്റെ മുടി ഇങ്ങനെ പറിച്ചെടുക്കും. പക്ഷെ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ അവൻ അതൊരു ശീലമായി. ഇനി ഉമ്മയും ഉപ്പയും വീട്ടിലുള്ള ദിവസവും ഇല്ലാത്ത ദിവസവും ഒക്കെ ഇവൻ എന്ത് ചെയ്യും, പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ ബുക്സ് അങ്ങ് തുറന്നു വെച്ചാൽ അവൻ ഈ മുടി പറിച്ചെടുക്കണം. ഇത് വളരെ സിമ്പിളായിട്ട് ഒട്ടും അതൊരു പ്രശ്നമേ അല്ല എന്നാണ് ആ കുട്ടിയുടെ മാതാപിതാക്കൾ മനസ്സിലാക്കിയിരുന്നത്. അൽഹംദുലില്ലാ ഇപ്പോൾ 4-5 സിറ്റിങ്ങിന് ശേഷം ആ കുട്ടി ആ ശീലമൊക്കെ മാറ്റി മുടിയൊക്കെ ഇപ്പോൾ തിളുത്ത് വരാൻ തുടങ്ങി, മനോഹരമായി മാറി. പക്ഷേ ഇതൊരു ഉദാഹരണമാണ് എങ്കിൽ രണ്ടാമത്തെ ഒരു അനുഭവം എങ്ങനെയാണ്, ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നത്. അവൾ 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവൾ എല്ലാ അക്ഷരങ്ങളും തല തിരിച്ചാണ് എഴുതുക, തല കുത്തനെയാണ് എഴുതുക. നാ എന്ന ധാ എന്നാണ് എഴുതുക. ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ അക്ഷരങ്ങളും തല കുത്തനെ എഴുതും. അവളുടെ ടീച്ചർ ഒരുപാട് ശ്രമിച്ചു നോക്കി ഈ ശീലം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറ്റാത്തത് കൊണ്ട് അവസാനം കൗൺസിലിങ്ങിന് കൊണ്ടുവരികയാണ്. ക്ലിനിക്കിൽ ഇരുത്തി സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ കുട്ടിയുടെ ഉമ്മയും ഉപ്പയും സെപ്പറേറ്റ് ആണ്. തൊലാക്ക് പറഞ്ഞിട്ടില്ല, ഡിവോഴ്സ് ആയിട്ടില്ല, പക്ഷെ രണ്ടുപേരും പിരിഞ്ഞ് ജീവിക്കുകയാണ്. ഇവിടെ ഈ മക്കള് അവരുടെ തലച്ചോറ് വളരുന്ന സമയമാണ് അല്ലേ. 7 വയസ്സ് വരെയാണ് ഒരു കുഞ്ഞിൻ്റെ തലച്ചോറ് വളരുക. ഈ 7 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഡെവലപ്മെൻറ്റ് സംഭവിക്കുള്ളൂ, അത് പിന്നെ വളരൂല. ഈ സമയത്ത് കാണുന്നത് എന്താണോ, കേൾക്കുന്നത് എന്താണോ, അനുഭവിക്കുന്നത് എന്താണോ, അതിനനുസരിച്ചാണ് ആ കുഞ്ഞായിത്തീരുന്നത്. ആ കുഞ്ഞ് എന്തായിത്തീരണമെന്ന് തീരുമാനിക്കുന്നത് ആ കുഞ്ഞിൻ്റെ കാഴ്ചയും കേൾവിയും ഹൃദയവുമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങൾ മനുഷ്യരെല്ലാം ഒന്നും അറിയാത്തവരായി ജനിച്ചവരാണ്. അല്ലേ? നമ്മൾ ആരെങ്കിലും എല്ലാം അറിഞ്ഞ് ജനിച്ചവരുണ്ടോ? ഇല്ല, നമ്മളൊക്കെ ഒന്നും അറിയാത്തവരായി ജനിച്ചവരാണ്. പക്ഷേ ഞാൻ മനുഷ്യർക്ക് കണ്ണും കാതും ഹൃദയവും നൽകി. പരിശുദ്ധ ഖുർആൻ പറയാണ്. പരിശുദ്ധ ഖുർആൻ 1500 വർഷങ്ങൾക്ക് മുൻപേ അത് പറഞ്ഞു വെച്ച. സുബ്ഹാനല്ലാഹ്. വർഷങ്ങൾക്കിപ്പുറം ന്യൂറോ ലിംഗ്വിസ്റ്റിക് സയൻസ് എന്ന് പറയുന്ന സൈക്കോളജിയുടെ വലിയൊരു കോൺട്രിബ്യൂഷനാണ്. അതിൽ പറയുകയാണ്, മനുഷ്യന്മാർ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും മനസ്സിലാക്കലിലൂടെയും കൂടിയാണ് എന്ന്. അല്ലേ? സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആന്റെ മാസ്മരികതയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെയും പിന്നെയും മനസ്സിലാക്കേണ്ടത് ഒരൊറ്റ കാര്യമാണ്, ആരോഗ്യവാനായി ജീവിക്കാൻ മനസ്സും ശരീരവും സമൂഹവും ഏറ്റവും സംശുദ്ധമായി മാറാൻ ഖുർആൻ മനസ്സിലാക്കുക. അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കുക, ജീവിതത്തിൽ സ്വായത്തമാക്കുക, അത് നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഇണകൾ തുടങ്ങുകയാണ് അല്ലേ. ആനന്ദവും ആഹ്ലാദവും ആസ്വാദനവും സംതൃപ്തിയും എന്തിനാണ് ഇണകൾക്കുള്ളിൽ എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ അനുഭവങ്ങൾ. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനിടയിൽ കിടന്ന് ഉരുകുന്നത് മക്കളാണ്.
ദാമ്പത്യം എന്ന് പറയുന്ന മനോഹരമായ ബന്ധത്തിൻ്റെ സ്വർഗത്തിൽ നിന്നും തുടക്കം കുറിച്ച ബന്ധമാണ് ദാമ്പത്യ ബന്ധം. ആ ബന്ധത്തിൽ വിരിയുന്ന പുഷ്പങ്ങളാണ് നമ്മുടെ മക്കള്. ആ മക്കൾ അമാനത്താണ്. മക്കളെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പറയുന്നതൊക്കെ ഹബ്ലന എന്ന വാക്കാണ്. ഹബ്ലന. നമ്മൾ ഓരോ നേരം പ്രാർത്ഥിക്കാറുണ്ട്, റബ്ബന ഹബ്ലന, അല്ലെ? ഹബ് എന്ന വാക്ക് ഹിബ എന്ന പദത്തിൽ നിന്ന് ഉണ്ടായതാ. ഹിബ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? പാലോളി പെണ്ണുങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ വാട്ട് ഇസ് മീൻ ബൈ ഹിബ? ഹിബ എന്ന പേരുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഹിബ ഒന്ന് കൈപൊക്കോ. ഹിബ, ഹിബക്കുട്ടി, എത്ര ഹിബകളുണ്ട് ഇവിടെ? പാലോളിയിൽ ഹിബ ഇല്ല അല്ലേ? ഉണ്ടോ? ഉണ്ട്. ഹിബ ഉണ്ട് എന്നാ പറയണേ. ഹിബയുടെ അർത്ഥം എന്താ? ഹിബകൾക്ക് അറിയുണ്ടാവും, ഹിബാന്റെ ഉമ്മാക്കും ഉപ്പാക്കും അറിയുണ്ടാവും എന്താ ഹിബയുടെ അർത്ഥം. ഹിബ എന്ന് വെച്ചാൽ എന്താ? ഇറ്റ്സ് ഗിഫ്റ്റ്, സമ്മാനം എന്നാണ് ഹിബയുടെ അർത്ഥം. എപ്പോഴാണ് നമ്മൾ ഒരാൾക്ക് സമ്മാനം കൊടുക്കുക? എപ്പോഴാണ് നമുക്കൊരാൾക്ക് സമ്മാനം കൊടുക്കുക? നമ്മൾ വെറുതെ ഒരാൾക്ക് സമ്മാനം കൊടുക്കുവോ? ഇല്ല. അയാൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാവണം. അയാൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാവണം. നമുക്ക് ഇഷ്ടമുള്ള ഒരാൾക്കാണ് നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുക. അത് വാങ്ങുന്ന ആളോ? അത് വാങ്ങുന്ന ആൾ എന്താ ചെയ്യുക? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് നമുക്ക് ഈ സമ്മാനം തന്നതെങ്കിൽ ആ സമ്മാനം നമ്മൾ സൂക്ഷിച്ചു വെക്കും, നമ്മൾ കാത്തു വെക്കും, ഒരിക്കലും നശിപ്പിക്കാതെ. ഒരു പക്ഷെ നമുക്ക് അതുപോലത്തെ ഒരുപാട് എണ്ണം ഉണ്ടാവുമായിരിക്കും. എങ്കിലും ആ സമ്മാനത്തെ ഒരു കേടുപാടുകളും സംഭവിക്കാതെ നമ്മൾ കാത്തു സൂക്ഷിച്ചു വെക്കും. ഈ ബന്ധമല്ലേ അള്ളാഹുവും മനുഷ്യനും തമ്മിൽ ഉണ്ടാവുന്നത്? നമുക്കൊരു കുഞ്ഞിനെ സമ്മാനമായിട്ട് തരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ മക്കള് സമ്മാനമാണ്. സമ്പത്തും സന്താനങ്ങളും നിങ്ങൾക്ക് ഞാൻ അലങ്കാരമാക്കി തന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അലങ്കാരവുമാണ്, സമ്മാനവുമാണ്. അതുകൊണ്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളവർക്കാണ് ഈ സമ്മാനം നൽകുന്നത്. പഠിച്ചോനെ ഏറ്റവും ഇഷ്ടമുള്ളവരാണ് നമ്മള്. അപ്പൊ അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മുടെ ദൈവത്തെയാണ്, അള്ളാഹുവിനെയാണ്. ഈ അള്ളാഹുവിനെ സ്നേഹിക്കുമ്പോൾ അള്ളാഹു നൽകുന്ന ഈ സമ്മാനത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കും, നമ്മൾ സംരക്ഷിക്കും. അത് നമ്മളെ ഡ്യൂട്ടിയാണ്. ആ സംരക്ഷണത്തിൻ്റെ ആദ്യത്തെ വഴിയാണ് പാരന്റിങ്. സന്തോഷമുള്ള സ്നേഹമുള്ള കുടുംബാന്തരീക്ഷം അത് ഇണകളിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. അതുകൊണ്ട് ഇണകൾ എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുമോ, അതുകൊണ്ടല്ലേ ഒരു ഗുരുവിൻ്റെ അടുത്ത് ചരിത്രം പറയുന്ന ഒരു കഥയാണ്. ഗുരുവിൻ്റെ അടുത്തൊരു സ്ത്രീ വന്നിട്ട് 2 വയസ്സായ ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ട് ചോദിക്കുകയാണ്, അല്ലയോ ഗുരുവേ, എന്ന് മുതലാണ് ഞാൻ എൻ്റെ കുഞ്ഞിന് ധാർമ്മികത പഠിപ്പിക്കേണ്ടത്? എൻ്റെ കുഞ്ഞിന് നല്ലതും ചീത്തതും എപ്പോൾ മുതലാണ് ഞാൻ പഠിപ്പിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഗുരു ചോദിക്കുകയാണ്, നിന്റെ കുഞ്ഞിന് എത്ര വയസ്സായി? അപ്പം സ്ത്രീ പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് 2 വയസ്സായിട്ടുണ്ട്. അതിന് മറുപടിയായിട്ട് ഗുരു നൽകിയ ഉത്തരം ഇതായിരുന്നു, എങ്കിൽ സമയം കഴിഞ്ഞു പോയല്ലോ. നിന്റെ കുഞ്ഞിന് നല്ലതും ചീത്തതും, നിന്റെ കുഞ്ഞിന് ധാർമ്മികതയും അധാർമികതയും നീ പഠിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു പോയി. 2 വയസ്സേ കുഞ്ഞിനായിട്ടുള്ളൂ, പക്ഷേ സമയം കഴിഞ്ഞു പോയി. ആ സ്ത്രീ ചോദിക്കുകയാണ് തിരിച്ച്, പക്ഷെ എൻ്റെ കുഞ്ഞിന് 2 വയസ്സല്ലേ ആയിട്ടുള്ളൂ, എങ്ങനെയാണ് എൻ്റെ സമയം തീർന്നു പോകുന്നത്? എൻ്റെ കുഞ്ഞിന് ഇനിയും വളരാനില്ലേ? ഗുരു പറയുകയാണ്, കുഞ്ഞിനെ നമ്മൾ വളർത്തേണ്ടത്, പഠിപ്പിക്കേണ്ടത് ആ കുഞ്ഞ് ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിമിഷം മുതലാണ്. നോക്കൂ, വിവാഹിതരാവുകയാണ് അവിടെ. വിവാഹം എന്ന് പറയുന്ന പവിത്രമായ കർമ്മത്തിലൂടെ ഒന്ന് ചേരുമ്പോൾ എപ്രകാരമാണ് നമ്മുടെയൊക്കെ ഇണകൾക്കിടയിലുള്ള ജീവിതമെന്ന് നമ്മളൊക്കെ ചിന്തിക്കണം. ഇല്ല, ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിക്കുന്ന, എൻ്റെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങൾ കപ്പിൾ ഇഷ്യൂസ് ആണ്, അല്ല, ഇൻലോസ് പ്രോബ്ലംസ് ആണ് വരാറുള്ളത്. ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുള്ള, ഇണകൾക്കിടയിലുള്ള പ്രശ്നങ്ങളാണ്. എങ്ങനെയാണ് മക്കൾ അവിടെ മനോഹരമായ ഭാവി നമുക്ക് സമ്മാനിക്കുന്നത്? ഇത്തരം പാരൻസിൻ്റെ ഇടയിലുള്ള മക്കൾ എങ്ങനെയാണ് നല്ല കുഞ്ഞുങ്ങളായി വളരുന്നത്? നമുക്കറിയാം, നമ്മുടെ മക്കളെ, കൗമാരപ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ വല വീശി പിടിക്കാൻ നിരവധി അനവധി ലഹരികളാണ് പുറത്തു പോയി നോക്കിക്കഴിഞ്ഞാൽ. നമ്മൾ വീടിൻ്റെ ജനൽ അങ്ങ് തുറന്നു നോക്കിയാൽ പലതരത്തിലുള്ള ആകർഷണീയതകളാണ്. അവർക്കിങ്ങനെ ആകർഷണം തോന്നുന്ന രൂപത്തിലുള്ള ഇസങ്ങളാണ്, തിയറികളാണ്. ലിബറലിസം, ഫെമിനിസം, അല്ലേ, ജെൻഡർ ന്യൂട്രാലിറ്റി, ജെൻഡർ ഈക്വാലിറ്റി, ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതിനൊക്കെ 2 വേർഷൻ ഉണ്ട്. ഇതൊക്കെ അതിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് മുന്നോട്ട് പോവാണെങ്കിൽ ഒരുപക്ഷെ നല്ലതാവാം. പക്ഷെ അതൊക്കെ ടോക്സിക് ലെവലിലേക്ക്, അതൊക്കെ അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ മനസ്സിലാക്കിയ ഒരു ജീവിതത്തിലേക്ക് നമ്മളൊക്കെ പോവാണ്.
ജെൻഡർ ഈക്വാലിറ്റി എന്താ, ജെൻഡർ ന്യൂട്രാലിറ്റി എന്താ, ഹോമോസെക്ഷുവാലിറ്റി എന്താണ്, ബൈസെക്ഷുവാലിറ്റി എന്താണ്, വാട്ട് ഈസ് LGBTQ, വാട്ട് ഈസ് സിഗ്മ, ഇങ്ങനെ തുടങ്ങിയിട്ട് നിരവധി അനവധി നമ്മൾ കേട്ടതും കേൾക്കാത്തതുമായിട്ടുള്ള ടെർമിനോളജീസാണ് നമ്മുടെയൊക്കെ മക്കൾക്ക് മുന്നിലുള്ളത്. അത് നമുക്കൊരു പക്ഷേ ടെർമിനോളജി ആയിരിക്കാം, നമുക്കൊരു പക്ഷേ അതൊരു വെറും വാക്ക് മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഒരു വായിക്കാനുള്ള, അല്ലെങ്കിൽ അതിങ്ങനെ കേൾക്കാനുള്ള ഒരു രസം മാത്രമായിരിക്കാം. നമ്മളെ മക്കൾ അതൊക്കെ പ്രാക്ടിക്കലാക്കിക്കൊണ്ടിരിക്കുക. നമ്മളെ കുഞ്ഞുങ്ങൾ അതിൻ്റെയൊക്കെ വക്താക്കളായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെയൊക്കെ വാദിച്ച് അതിൻ്റെയൊക്കെ വക്താക്കളാക്കി അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഘോരം പ്രസംഗിക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുക. അവിടെ നമുക്ക് നമ്മളെ കുഞ്ഞിന് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കൊടുക്കണമെങ്കിൽ എൻ്റെ ഉമ്മയും ഉപ്പയും എന്നെ നേർവഴി നടത്തുന്നവരാണ്, എൻ്റെ വഴികാട്ടിയാണ് എന്ന തോന്നൽ അവരിൽ ഉണ്ടാക്കണം. അത് ഉണ്ടാക്കണമെങ്കിൽ കുടുംബം അത് ഇമ്പമുള്ള ഇടം തന്നെയാവണം. അവിടെ സ്നേഹമുള്ള കുടുംബാന്തരീക്ഷം ഉണ്ടാക്കണം. അതിന് ഉമ്മയും ഉപ്പയും ഏറ്റവും സ്നേഹമുള്ളവരാവണം, അല്ലേ? അവിടെ ഉമ്മയും ഉപ്പയും തന്നെയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് ഹബീബ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു സഹാബി വന്നിട്ട് ചോദിക്കുകയാണ്, എന്നും നമ്മുടെ സംശയമാണല്ലേ, എൻ്റെ ഉള്ളിലൊക്കെ തോന്നിയ സംശയങ്ങളായിരുന്നു. ഇത്തരം കേസുകൾ ഇങ്ങനെ മുന്നിൽ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ മാറേണ്ടത്, എന്ത് മാറ്റമാണ് നമുക്കൊക്കെ ഉണ്ടാവേണ്ടത്? മനുഷ്യന്മാരല്ലേ, ഇണക്കത്തോടൊപ്പം പിണക്കം ഉണ്ടാവൂലേ? സ്വാഭാവികമാണ്. ഇണങ്ങി മാത്രം ജീവിക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല, സാധ്യമല്ല. ഇണക്കം മാത്രമല്ല, ഇണക്കത്തോടൊപ്പം പിണക്കവും ഉണ്ടാവും. അതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെയും ഉണർത്തിയത്, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ, നിങ്ങളിൽ ഏറ്റവും ഉത്തമ പിണക്കങ്ങൾക്കൊടുവിൽ ആരാണോ ആദ്യം ഇണങ്ങുന്നത്, പിണക്കങ്ങൾക്കൊടുവിൽ ആരാണോ ആദ്യം ഇണങ്ങുന്നത് അയാളാണ് ഏറ്റവും ഉത്തമൻ. നോക്കൂ നിങ്ങൾ, അല്ലേ? നമ്മളൊക്കെ നമ്മളെ വീട്ടിലൊന്ന് കയറി നോക്കുക, കുറച്ചു നേരം പിണങ്ങും, ആരാദ്യം ഉണ്ടല്ലേ? പിണക്കങ്ങളൊക്കെ ഉണ്ടാവലുണ്ട്, ആരെണ്ണേലും ആദ്യം ഉണ്ടല്ലേ? പിന്നെ ഞാൻ മിണ്ട് നടന്നത് തന്നെ, വേണമെങ്കിൽ മൂപ്പര് വന്ന് മിണ്ടട്ടെ, ഇല്ലേ? നമ്മൾ പെണ്ണുങ്ങളുടെ ഉള്ളിലൊരു പ്രത്യേക തരം ഒരു ഈഗോ അവിടെ വർക്കൗട്ട് ചെയ്യും. മൂപ്പര് വന്ന് മിണ്ടട്ടെ, മൂപ്പരാണെങ്കിലോ മൂപ്പര് രാജാവല്ലേ, അല്ലേ? പുരുഷന്മാരെന്ന് പറഞ്ഞാല് ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ ഭാര്യ സന്താനങ്ങളുടെയും മക്കളുടെയും മാതാപിതാക്കളുടെയും ബാധ്യത ഏൽപ്പിക്കപ്പെട്ടവരാ പുരുഷന്മാര്. നാളെ അതിനെക്കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുമെന്ന് ഇസ്ലാം മതം പറയുമ്പോൾ ഉത്തരവാദിത്തമുള്ള ആളുകളാ. സോ ഞാൻ മിണ്ടൂല, അല്ലേ? ഭാര്യയും ഭർത്താവുമാണ്. തനാകഹത്തുൽ അസ്ജാർ എന്ന് പറയുന്ന വേർപിരിക്കാൻ പറ്റാത്ത രൂപത്തിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്ന മരച്ചില്ലകൾ എന്ന അർത്ഥം വരുന്ന വാക്കിൽ നിന്നാണ് നിക്കാഹ് എന്ന പദം ഉണ്ടായിട്ടുള്ളത്. സൗജ് എന്നാണ് പരിശുദ്ധ ഖുർആൻ ഉണർത്തുന്നത്. ഭാര്യയും ഭർത്താവും അല്ല, സൗജ്. സൗജ് എന്ന് പറഞ്ഞാൽ ചവച്ചരയ്ക്കപ്പെട്ടത് എന്നർത്ഥം. അവിടെ ഒരാൾ മുകളിലോ ഒരാൾ താഴെയോ അല്ല, ഒരാൾക്ക് പദവി കൂടുതലോ ഒരാൾ സ്ഥാനം കുറഞ്ഞവളോ അല്ല, ഈക്വലാണ്. അതുകൊണ്ടാണ് സൗജ് എന്ന പദം വെച്ച് അഭിസംബോധന ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആരാണോ ആദ്യം മിണ്ടുന്നത്, ആരാണോ ആദ്യം ഇണങ്ങുന്നത് അയാളാണ് നിങ്ങളിൽ ഉത്തമൻ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഓർക്കണം. ഏറ്റവും അഭിവാജ്യ ഘടകം എന്ന് പറയുന്നത് ഇണകളുടെ ജീവിതം തന്നെയാണ്, ഇണകൾക്കുള്ളിലുള്ള ജീവിതം തന്നെയാണ്. തീർന്നിട്ടില്ല, വീണ്ടും വീണ്ടും സ്വഹാബിമാര് റസൂലിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഏറ്റവും നല്ല കുടുംബ ജീവിതം ഉണ്ടാക്കുന്ന പുരുഷനും സ്ത്രീയും എപ്രകാരമാവണം ഹബീബേ? നമുക്ക് നോക്കാം, അല്ലേ? നമ്മളിവിടെ കുടുംബ കോടതികളിൽ എത്ര കേസുകളാണ് ദിവസവും ഡിവോഴ്സിന് വേണ്ടിയിട്ട് ഫയൽ ചെയ്യുന്നത്. എൻ്റെ അടുത്ത് വരുന്നുണ്ട് എത്രയോ പെൺകുട്ടികൾ, കല്യാണം കഴിഞ്ഞ് 6 മാസമായി കുട്ടികൾ, കല്യാണം കഴിഞ്ഞിട്ട് 1-2 വർഷമായിട്ടുണ്ടാവുള്ളൂ. വി വോണ്ട് ഡിവോഴ്സ്. അവർ പറയണം, ആർഗ്യൂ ചെയ്യാണ്, വി വോണ്ട് ഡിവോഴ്സ്. നിസ്സാരമായ കാരണങ്ങൾ കൊണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഇസ്ലാം പറയുന്ന രൂപത്തിലും രീതിയിലും ജീവിക്കുന്നവരാണോ ഒരു പ്രശ്നവും നമുക്കുള്ളിൽ ഉണ്ടാവില്ല, ഒരു പ്രശ്നവും നമുക്കിടയിൽ ഉണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ? എപ്രകാരം ആവണമെന്ന ചോദ്യത്തിന് ഹബീബ് ഉണർത്തുകയാണ്. ഒരു സ്ത്രീ ഏറ്റവും നല്ല ഇണ, ഏറ്റവും നല്ല ഭാര്യ എന്ന് പറയുന്നവള് അവൾ അവളുടെ പുരുഷൻ നോക്കുമ്പോൾ അവനെ സന്തോഷിപ്പിക്കുന്നവളാണ്. തൻ്റെ ഇണ തന്നെ നോക്കുമ്പോൾ അവനെ സന്തോഷിപ്പിക്കുന്നവളാണ് ഏറ്റവും നല്ല സ്ത്രീ. അവനെ അനുസരിക്കുന്നവളാണ് ഏറ്റവും നല്ല സ്ത്രീ. മൂന്നാമത്തേത്, അവൻ്റെ അഭാവത്തിൽ അവളെയും അവരുടെ സമ്പത്തിനെയും സംരക്ഷിക്കുന്നവളാണ് നല്ല സ്ത്രീ. നോക്കൂ നിങ്ങൾ,
ഈ 3 കാര്യങ്ങളും നമ്മൾ ആലോചിക്കണം അല്ലേ. അവനെ അനുസരിക്കുന്നവളാണ്, അവൻ നോക്കുമ്പോൾ അവനെ സന്തോഷിപ്പിക്കുന്നവളാണ്, അവൻ്റെ അഭാവത്തിൽ അവളെയും സമ്പത്തിനെയും സംരക്ഷിക്കുന്നവളാണ്. ഇതാണ് പലതരത്തിലുള്ള ഇസം കൊണ്ട് നടക്കുന്നവരും ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. ഇസ്ലാം മതത്തിൽ സ്ത്രീ അടിമയാണ്. ഓൻ നോക്കുമ്പോഴൊക്കെ ഓനെങ്ങനെ അനുസരിക്കുക അല്ലേ? ഓൻ പറയണതൊക്കെ കേട്ട് അനുസരിച്ച് ജീവിക്കുക, അടിമയല്ലേ? ഓൻ നോക്കുമ്പോഴൊക്കെ ഓനെ സന്തോഷിപ്പിക്കുക, അടിമയല്ലേ? ഓൻ്റെ അഭാവത്തിലെല്ലാം സംരക്ഷിക്കുക, അടിമയല്ലേ? നമ്മൾ ചിന്തിക്കണം. ഇത് മാത്രമാണ് ഈ സ്ത്രീയെ കുറിച്ച് പറയുന്നത്, മാത്രം ഇങ്ങനെ കൊണ്ട് നടക്കുക. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ മനസ്സിലാക്കണം, പെണ്ണിന് ഒറ്റയ്ക്ക് കുടുംബം ഉണ്ടാവില്ല. വിവാഹ ജീവിതത്തെക്കുറിച്ചാണ് ഹബീബ് പറയുന്നത്. ഇണകൾക്കിടയിലുള്ള മവദ്ദത്തിനെ കുറിച്ചാണ് പറയുന്നത്. മവദ്ദത്ത് എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. സ്നേഹം എന്നൊരൊറ്റ അർത്ഥമല്ല ഉള്ളത്. അതിൻ്റെ മവദ്ദത്തിൻ്റെ അർത്ഥം മാത്രം നമ്മൾ എടുത്തു നോക്കിയാൽ കാരുണ്യം നിറഞ്ഞ സ്നേഹം, മുഹബത്ത് നിറഞ്ഞ സ്നേഹം, അതിന് വളരെ ആഴത്തിലുള്ള അർത്ഥമുണ്ട് മവദ്ദത്തിന്. ആ മവദ്ദത്താണ് ഇണകൾക്കുള്ളിൽ സംവിധാനിച്ച് വെച്ചിട്ടുള്ളത്. അവിടെ പെണ്ണൊറ്റയ്ക്കല്ല, പെണ്ണിനൊപ്പം തീർച്ചയായും പുരുഷനും കൂടെ ഉണ്ട്. ഇനി പുരുഷൻ എങ്ങനെയാവണം എന്ന് കൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നോക്കാം സ്ത്രീ ഇസ്ലാം മതത്തിൽ അടിമയാണോ അല്ലയോ എന്ന്. പുരുഷനെ കുറിച്ച് പറയുന്നത് എന്താ? പുരുഷനെ കുറിച്ച് പറയുകയാണ്, നിങ്ങളിൽ ഇണകളിൽ ഏറ്റവും നല്ല ഇണ, പുരുഷന്മാരിൽ ഏറ്റവും നല്ലവൻ എന്ന് പറയുന്നത് അവൻ്റെ സ്ത്രീയോട്, അവൻ്റെ പെണ്ണിനോട് ഏറ്റവും മനോഹരമായി ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവനാണ്. നാട്ടുകാർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനായിട്ട് കാര്യമില്ല, നാട്ടില് എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായിട്ട് യാതൊരു കാര്യമില്ല അല്ലേ? പള്ളിയിലും അമ്പലത്തിലും മുറ്റത്തും എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ്, എല്ലാവരും ബഹുമാനിക്കുന്നവനാണ്, എല്ലാവരുടെയും പ്രശ്നം തീർക്കുന്നവനാണ്, എല്ലാവർക്കും അവരില്ലാണ്ട് ഒന്നും നടക്കൂല എന്ന് തോന്നുന്നവനാണ്. ഒരു കാര്യമില്ല, ഒക്കെ കഴിഞ്ഞ് കയറി വരൂല്ലേ നമ്മളെ പുരേക്ക് ഇല്ലേ? എല്ലാ തിരക്കും സാമൂഹ്യ പ്രവർത്തനങ്ങളും ജോലിയും എല്ലാം കഴിഞ്ഞിട്ട് ഏതെല്ലാം മേഖലകളിൽ താൻ മികച്ചു നിൽക്കുന്നോ ആ മേഖലകളിൽ നിന്നെല്ലാം ഒടുവിൽ കയറി വരുന്ന വീടുണ്ട്. ആ മതിലൊക്കെ കടന്ന് ആ വീട്ടിൻ്റെ ഡോറൊക്കെ തുറന്ന് ഉള്ളിലേക്ക് കയറി വരുമ്പോൾ അവിടെ ഉണ്ടാവും അവൻ്റെ ഇണ. ആ സ്ത്രീയോട് ഏറ്റവും നല്ലവൻ ആരാണോ, ആ വീടിനുള്ളിലുള്ള പെണ്ണുങ്ങളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുന്നവൻ ആരാണോ, അവനാണ് ഏറ്റവും ഉത്തമനെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തുമ്പോൾ എവിടെയാണ് ആളെ പ്രശ്നങ്ങൾ ഉണ്ടാവോ ഇല്ലേ? പുരുഷൻ്റെ അടുത്ത് പറയണ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തത് പറയണത് എന്താണെന്നറിയോ? നീ അവളിലേക്ക് നോക്കുമ്പോൾ, അവളോട് പറഞ്ഞിരുന്നു അവൻ നോക്കുമ്പോൾ നീ അവളെ സന്തോഷിപ്പിക്കണമെന്ന്. ഇവിടെ പറയാണ്, നീ അവളിലേക്ക് നോക്കുമ്പോൾ നിനക്കിഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ അവളിൽ കാണുകയാണെങ്കിൽ, നിങ്ങൾ പലൊളി പെണ്ണുങ്ങളൊക്കെ കേൾക്കണ്ടല്ലോ അല്ലേ? നിങ്ങളിൽ ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ അവളിൽ കാണുകയാണെങ്കിൽ ആണെങ്കിൽ 2 കൊടുത്ത് ശരിയാക്കേ. അതാരാ പറഞ്ഞേ? കേട്ടിട്ടുണ്ടേ നിങ്ങള്? പെണ്ണുങ്ങളിൽ നിന്ന് ആരോ ഒരാൾ പറയാ 2 കൊടുത്തിട്ട് നന്നാക്കുകയെന്ന്. അങ്ങനെയാണോ? അത് നമ്മൾ സമൂഹം ഉണ്ടാക്കി വെച്ചതാ അല്ലേ? നിനക്കിഷ്ടമില്ലാത്ത സ്വഭാവം അവളിൽ കാണുകയാണെങ്കിൽ 2 കൊടുത്ത് ശരിയാക്കാനല്ല അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കുന്നത്. അതൊരു പക്ഷേ നമ്മുടെ സമൂഹം ഉണ്ടാക്കി വെച്ച ഒരു വഴിയായിരിക്കാം. അള്ളാന്റെ റസൂൽ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? നിനക്കിഷ്ടമില്ലാത്ത സ്വഭാവങ്ങൾ ഉണ്ടെങ്കിലും നിനക്കിഷ്ടമുള്ള ഒരു സ്വഭാവമെങ്കിലും ഉണ്ടാവും കേട്ടോ. ഒരു സ്വഭാവമെങ്കിലും നിനക്കിഷ്ടമുള്ളതുണ്ടാവും. ആ സ്വഭാവത്തിലേക്ക് നോക്കിക്കൊണ്ട് നീ സംതൃപ്തി അടയുക. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ പുരയിൽ വല്ല പ്രശ്നം ഉണ്ടാവോ? വല്ല കലഹം ഉണ്ടാവോ? ഓക്ക് വൃത്തിയും വെടിപ്പും ഇല്ലെങ്കിൽ ഓള് നന്നായിട്ട് ഭക്ഷണമെങ്കിലും ഉണ്ടാക്കും ഇല്ലേ? ഓള് നേരത്തിന് ഭക്ഷണം ഉണ്ടാക്കില്ലെങ്കിൽ ഓക്ക് വൃത്തിയും വെടിപ്പും ഉണ്ടാകും. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ ഓള് നിങ്ങളെ മക്കളെ നല്ലൽക്ക് നോക്കുന്നുണ്ടാവും അല്ലേ? ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഉമ്മാനും വാപ്പാനും നോക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ കാര്യങ്ങളൊക്കെ വൃത്തിക്ക് ചെയ്യുന്നുണ്ടാവും. കുറച്ച് ഉദാഹരണങ്ങൾ മനസ്സിൽ കിട്ടിയത് പറഞ്ഞു പോയതാണ്. നിങ്ങൾ ചിന്തിക്കുക, എന്തെങ്കിലും ഒരു ഗുണമില്ലാത്ത മനുഷ്യന്മാരുണ്ടോ ഭൂമിയിൽ? ഗുണങ്ങളില്ലാത്ത മനുഷ്യന്മാർ ഭൂമിയിൽ ഇല്ല. അത്ര പോലും വഴക്കുണ്ടാക്കുന്നതിന്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്, പിണങ്ങുന്നതിന് എതിർപ്പ് കൽപ്പിക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം മതം എന്നാണ് വീണ്ടും വീണ്ടും ഉണർത്തുന്നത്. നമ്മൾ ആലോചിക്കണം, നമുക്കിടയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന നമ്മളെ മക്കളാണ്, നമ്മുടെ കുഞ്ഞുങ്ങളാണ്.
ഒന്നും വേണ്ട. എൻ്റെ മോന് 3ാം ക്ലാസ് പഠിക്കുന്ന മോൻ, LKG പഠിക്കുന്ന മോന്, ഞങ്ങൾ രണ്ടുപേരും മൊബൈൽ ഫോൺ കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ അവരുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് എങ്ങാനും ഫോൺ കയ്യിൽ വെക്കാറില്ല. അഥവാ ഫോൺ കയ്യിലുണ്ടെങ്കിൽ അവൻ വന്നിട്ട് പറയും, ഉമ്മച്ചിൻ്റെ ഉപ്പച്ചിൻ്റെ ഫോൺ എടുത്ത് തൊടുക്ക് വലിച്ചെറിയെന്ന് പറയും. ഫോൺ എടുത്തിട്ട് മുറ്റത്തേക്ക് വലിച്ചെറിയുമേ എന്ന് അവനെ ശാസിക്കുകയാണ്, അവനെ ഉണർത്തുകയാണ്. എന്തിനാ? ആ സമയം അവനുള്ളതാണ്, അവർക്കുള്ളതാണ്. അവരുടെ കൂടെ നമ്മൾ ചിലവഴിക്കേണ്ട സമയമാണ്. അവർക്ക് പറയാനുണ്ട്. ഇത്തരം ഇസങ്ങളും തിയറികളും ടേംസും ഒക്കെയാണ് അവരുടെ കൂടെ ഉള്ളത്. വളരെ ടോക്സിക് ആയിട്ടുള്ള ലഹരികളുടെ ആകർഷണ വലയത്തിലാണ് നമ്മളെ കുട്ടികളുള്ളത്. അവയിൽ നിന്നൊക്കെ അവരെ കരകയറ്റണമെങ്കിൽ എന്താണ് മോൻ്റെ ഉള്ളിലുള്ള ചിന്ത? എന്താണ് അവൻ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്? അവളുടെ ചിന്ത എന്തിലേക്കാണ് വഴിമാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് അറിയണമെങ്കിൽ അവർ നാമുമായിട്ട് ബന്ധമുണ്ടാവണം. ഉമ്മയും ഉപ്പയും എൻ്റെ എല്ലാമാണ്, എനിക്ക് സ്നേഹം നൽകുന്നവരാണ് എന്ന ചിന്ത മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അത് കൊടുക്കാനുള്ള ഉത്തമ മാർഗം സ്നേഹമുള്ളവരാവുക എന്നത് തന്നെയാണ്. ഇവിടെ അവളിലെ സന്തോഷത്തെ, അവളിലെ നിനക്കിഷ്ടമുള്ള സ്വഭാവത്തെ നോക്കി സന്തോഷിക്കാൻ പറയുമ്പോൾ കഴിഞ്ഞിട്ടില്ല. വീണ്ടും പറയാണ്, ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന്, മക്കൾക്ക് മുന്നിൽ വെച്ച് നീ അവളെ ശകാരിക്കുവാനോ അടിക്കുവാനോ പാടില്ല. നോട്ട് ചെയ്ത് വെക്കണം അല്ലേ? പുറയിൽ വലിയ ഫ്ലെക്സ് എഴുതിയിട്ട് ബെഡ്റൂമിലോ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിലൊക്കെ ഫിറ്റ് ചെയ്ത് വെക്കുക. ഈ കാര്യങ്ങളൊക്കെ സ്ത്രീ എങ്ങനെയാവണം, പുരുഷൻ എങ്ങനെയാവണം. സന്ദർഭം വരുമ്പോൾ രണ്ടുപേരും അതൊന്ന് വായിച്ചു നോക്കുക. സാഹചര്യങ്ങൾ വരുമ്പോൾ രണ്ടുപേരും അതൊന്ന് വായിച്ചു നോക്കുക. നീ മക്കൾക്ക് മുന്നിൽ വെച്ച് ശകാരിക്കുവാനോ അവളെ അടിക്കുവാനോ പാടില്ല. അതാണ് പറയുന്നത്. നിങ്ങൾ പിണക്കങ്ങൾക്കൊടുവിൽ ആദ്യം ഇണങ്ങുന്നവരാവുക. നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഏറ്റവും ആദ്യം എത്രയും പെട്ടെന്ന് അനുരഞ്ജനത്തിൽ എത്തിച്ചേരുക എന്ന് 4-ാം അധ്യായത്തിൽ പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താ? പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അല്ലേ? മജ്ജയും മാംസവും ഉള്ള വിചാരങ്ങളും ചിന്തയുമുള്ള പച്ചയായ മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപക്ഷെ വിള്ളലുകൾ ഉണ്ടായേക്കാം. പക്ഷേ ആ വിള്ളലുകളുടെ ആഴം കൂടുകയല്ല ചെയ്യേണ്ടത്. എത്രയും പെട്ടെന്ന് അനുരഞ്ജനത്തിൽ എത്തിച്ചേരുക, ഒത്തുതീർപ്പിൽ എത്തിച്ചേരുക, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക. സന്തോഷം കൊണ്ട്, സ്നേഹം കൊണ്ട് ആ വിള്ളലിനെ ആ കറയെ നമ്മൾ മായ്ക്കുക എന്നാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത്. അതിന് ഏറ്റവും ഉത്തമരെന്ന് പറയുന്ന ഇണകൾ തന്നെയാണ്. സ്നേഹമുള്ള കുടുംബാന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം മക്കൾക്ക് അല്ലേ? നമ്മൾ ഉമ്മയും ഉപ്പയും ഭാര്യയും ഭർത്താവും അരികിൽ ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ നടുവിലേക്ക് ഓടി വരൂല്ലേ? ആര്? അമ്മായിമ്മേ. തമ്പുരാനെ, പാലോളി കുടുംബത്തിലൊക്കെ അമ്മായിമ്മയാണ് ഓടി വരിക. എന്ത് പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ പറയണേ? എന്ത് ചെവിന്റെ പ്രശ്നമാണോ അതോ നിങ്ങൾ പറയണതിന്റെ പ്രശ്നമാണോ? പാലോളിയിൽ അങ്ങനെയാ? അങ്ങനെ ഇല്ല അല്ലേ? അത് പറഞ്ഞപ്പോഴാണ്, വളരെ സാന്ദർഭോചിതമായിട്ട് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയാണ്. ഒരിക്കലും ക്ലിനിക്കിൽ ഭാര്യയും ഭർത്താവും വന്നിങ്ങനെ അവരുടെ വിഷമങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ മരുമോൾക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് അമ്മായിമാനെ കുറിച്ചാണ്. ഇവിടെ അമ്മായിമാൻ തന്നെയല്ലേ പറയുക വടകരയിൽ ഭർത്താവിൻ്റെ ഉമ്മാനെ? ഈ ഉമ്മാനെ കുറിച്ച് ഇങ്ങനെ, ഞങ്ങൾ അവിടെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ച ഭർത്താവിൻ്റെ വീട്ടിലാണ് താമസിക്കുക. ഇവിടെയോ? ഇവിടെ അങ്ങനെ തന്നെയാ? ഭാഗ്യം. അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ പരാതികളും പ്രശ്നങ്ങളൊക്കെ കുറേ ഉണ്ടാവുമല്ലോ. എന്നെ പ്രസവിച്ചിട്ടില്ലെങ്കിലും എൻ്റെ ഉമ്മയാണ് എന്ന ചിന്ത പലപ്പോഴും വരൂല അല്ലേ? ഞാൻ പ്രസവിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ മകളാണ് എന്ന ചിന്ത പലപ്പോഴും ഉമ്മാർക്കും ഉണ്ടാവില്ല. അപ്പോൾ അവിടെ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാൻ തുടങ്ങും, പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും. അതിൻ്റെ ഭാഗമായിട്ട് ഈ മരുമോൾ ഇങ്ങനെ പറയും, ഉമ്മാനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ദാറ്റ് മീൻസ് അമ്മായിമാനെ കുറിച്ച്. അപ്പോൾ ഈ ഭർത്താവിൻ്റെ മടിയിൽ 4 വയസ്സായ മോൾ ഇരിക്കുന്നുണ്ട്. മോള് പെട്ടെന്ന് എൻ്റെ അടുത്ത് പറയാ, ഡോക്ടറെ, എൻ്റെ ഉമ്മച്ചി പറയണതൊക്കെ ഒന്നും നിങ്ങൾ വിശ്വസിക്കണ്ട കേട്ടാ, എൻ്റെ ഉമ്മ അത്ര നല്ല ആളൊന്നും അല്ല എന്ന്. എൻ്റെ ഉമ്മമാനെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ടല്ല, എൻ്റെ ഉമ്മമാനെ കുറിച്ചാണ് പറയണേ, പക്ഷേ എൻ്റെ ഉമ്മ അത്ര നല്ല ആളൊന്നും അല്ല എന്ന്. അപ്പം നിങ്ങളൊക്കെ ചിരിച്ചതുപോലെ എനിക്കും ആ സമയത്ത് ചിരിയാണ് വന്നതെങ്കിലും അവിടെ ചിന്തിച്ചത് എന്താണെന്നറിയോ നിങ്ങൾ? ആ കുട്ടിയുടെ തലച്ചോറ് 7 വയസ്സ് വരെ വളരുള്ളൂ. ആ വളർച്ച സംഭവിക്കുന്ന കണ്ടും കേട്ടും അനുഭവിച്ചും കാര്യങ്ങളൊക്കെ പഠിച്ച് ഞാൻ എങ്ങനെയാവണം എന്നിങ്ങനെ തീരുമാനിക്കുന്ന സമയമാണ്. ഈ സമയത്ത് ആ കുഞ്ഞിൻ്റെ തലച്ചോറിനുള്ളിൽ പാകിയ വിത്തുകൾ പകയുടെയും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഒക്കെയാണ്. ആ വിത്തുകളല്ലേ വളരുള്ളൂ. ആ വിത്ത് വളർന്ന് പന്തലിച്ച് വൃക്ഷമായി മാറും. ആ വൃക്ഷം നമുക്ക് പകയുടെയും വിദ്വേഷത്തിൻ്റെയും കലിയുടെയും കോപത്തിൻ്റെയും പഴങ്ങൾ മാത്രമേ സമ്മാനിക്കുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് നന്മയുടെ ഫലങ്ങൾ സമ്മാനിക്കാൻ ആ വൃക്ഷത്തിന് സാധിക്കില്ല. നമ്മൾ ആലോചിക്കണം, നമ്മൾ പറയുന്നതും നമ്മൾ അവർക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നതും നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നതും എല്ലാം അവരറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട് അല്ലേ? ഒരിക്കൽ
ഒരു ഉമ്മ വരികയാണ് ക്ലിനിക്കിൽ. ഉമ്മ വന്നിട്ട് മകനെ കുറിച്ചാണ് പറയുന്നത്. ഉമ്മ മകനെ കണ്ടിട്ട് കുറേ നാളായി, കുറേ ദിവസമായി മോനെ കണ്ടിട്ട്. അപ്പോൾ മോന് രാത്രി വൈകിയാണ് വീട്ടിൽ വരുന്നത്. ഉമ്മ അപ്പോഴത്തേക്കും ഉറങ്ങിപ്പോകുമെന്ന് പറയാ. പിറ്റേ ദിവസം ഉമ്മാൻ്റെ മരുമോളാണ്, ഇയാളുടെ ഭാര്യയാണ് വരുന്നത്. അവർ വന്നിട്ടും പറഞ്ഞു, എൻ്റെ കുട്ടികൾ ഭർത്താവിനെ കണ്ടിട്ട് ഓരൊപ്പാനെ കണ്ടിട്ട് കുറേ നാളായി, മുപ്പര് വീട്ടിൽ നേരത്തെ വരുന്നില്ല, ഡോക്ടർ ഒന്ന് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണം. അങ്ങനെ മൂന്നാമത്തെ ദിവസം അവിടെ പ്രതിനെ നമ്മൾ വിളിക്കുകയാണ്. ഈ ഉമ്മാൻ്റെ മകനാണ് പ്രതി. അങ്ങനെ വന്നിട്ട് ക്ലിനിക്കിലിരുന്ന് സംസാരിക്കുമ്പോൾ മുപ്പര് പറയാ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഏറ്റവും നേരത്തെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. വീട്ടിൽ ഏറ്റവും നേരത്തെ എത്തി മക്കളുടെയും ഉമ്മയുടെയും ഭാര്യയുടെയും ഒക്കെ കൂടെ സമയം ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാ. പക്ഷെ ഉണ്ടല്ലോ, ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ എൻ്റെ ഉമ്മ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ടാവും. ഉമ്മയുടെ മുഖം ആകെ കരഞ്ഞു കലങ്ങി സങ്കടപ്പെട്ട മുഖമായിരിക്കും. എന്നെ കാണുമ്പോൾ ഉമ്മ കുറച്ചും കൂടെ അങ്ങ് കരയാൻ തുടങ്ങും. കരഞ്ഞിട്ട് എൻ്റെ ഭാര്യ ഉമ്മയോട് ചെയ്ത ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് എൻ്റെ ഉമ്മ കരഞ്ഞ് എൻ്റെ അടുത്ത് പറയും. ഇതൊക്കെ കേട്ട് സങ്കടം സഹിക്ക വയ്യാതെ ഞാൻ വീടിനകത്ത് കയറുമ്പോൾ, ബെഡ്റൂമിൽ എത്തുമ്പോൾ ഭാര്യ ഉണ്ടാവും അവിടെ കടുന്നെല്ല് കുത്തിയ മുഖമായിട്ട് ഇരിക്കണെന്ന്. അങ്ങനെ പറഞ്ഞേ. കടുന്നെല്ല് എന്നാണ് ഇവിടെ അറിയില്ലേ, തേനീച്ചയൊക്കെ പോലത്തുള്ളൊരു പ്രാണി. ഈ കടുന്നെല്ല് കുത്തിയ മുഖമായിട്ട് ഇരിക്കുന്നുണ്ടാവും എൻ്റെ ഭാര്യ. ഓക്കും പറയാനുണ്ടാവും ഉമ്മാനെ കുറിച്ച് കുറേ പരാതികൾ. ഇതൊക്കെ കേട്ട് 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 ഡോക്ടറെ, എനിക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 350 എൻ്റെ ബ്ലഡ് പ്രഷർ 100, 230, 120. അങ്ങനെ ഞാൻ ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസിനും മരുന്ന് കുടിക്കാൻ തുടങ്ങി. പക്ഷെ ഉണ്ടല്ലോ, ഒരു സന്തോഷ വാർത്ത ഉണ്ട്. 2 ആഴ്ചയായിട്ട് ഞാൻ ഇപ്പോൾ മരുന്ന് കുടിക്കണില്ല. ഞാൻ എൻ്റെ മരുന്നൊക്കെ നിർത്തി. അപ്പം ഞാൻ ഡോക്ടറാണല്ലോ, പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കാം, നിങ്ങൾ ഏത് മരുന്നാണ് കുടിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ മുമ്പ് പറയാ, മരുന്ന് കുടിച്ചൊക്കെയല്ല, ഞാൻ എൻ്റെ മരുന്ന് നിർത്തിക്കുകയാണ്. കാരണം എൻ്റെ പുരയ്ക്ക് ഇപ്പം ഞാൻ നേരത്തെ ചെല്ലലില്ല. ഉമ്മയും ഭാര്യയൊക്കെ ഉറങ്ങിയിട്ട് 12 മണിക്ക് കള്ളന്മാർ കയറി ചെല്ലണം പോലെ ഇപ്പം ഞാൻ എൻ്റെ പുരയ്ക്ക് ചെല്ലും. അടുക്കളയിൽ ചെന്ന് ഭക്ഷണം എടുത്ത് കഴിച്ച് നേരെ പോയി കിടന്നുറങ്ങും. അതുകൊണ്ട് എനിക്കിപ്പോൾ സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട് എന്ന്. നിങ്ങൾ ഓർത്ത് നോക്കൂ, ഉമ്മ എന്ന് പറഞ്ഞാൽ ആരാ? ഇയാൾ ചോദിക്കുകയാണ് എൻ്റെ അടുത്ത്, എൻ്റെ ഉമ്മ എൻ്റെ ആരാണ് ഡോക്ടറെ എന്ന്. ഉമ്മ ആരാണ് ഇയാളെ? നമ്മുടെ സ്വർഗല്ലേ എൻ്റെ ഉമ്മ? നിങ്ങളെയൊക്കെ സ്വർഗല്ലേ നിങ്ങളെ ഉമ്മ? ഉമ്മയുടെ കാലിനടിയിൽ മാത്രമേ ഭൂമിയിൽ സ്വർഗം സംവിധാനിച്ചു വെച്ചിട്ടുള്ളൂ. യുദ്ധത്തിന് പുറപ്പെടാണ് ഒരു സ്വഹാബി, ധീര യോദ്ധാവായി ഷഹീദാവാൻ വേണ്ടിയിട്ട് യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, നിന്റെ വീട്ടിൽ പ്രായമായ ഉമ്മയും ഉപ്പയും ഉണ്ടോ? അദ്ദേഹം പറയാണ്, ഉണ്ട് ഹബീബെ, എൻ്റെ വീട്ടിൽ പ്രായമായ ഉമ്മയും ഉപ്പയുണ്ട്. ഹബീബ് കൊടുത്ത മറുപടി എന്താണെന്നറിയോ? എങ്കിൽ നീ യുദ്ധത്തിന് പുറപ്പെട്ട് അവിടെ വെച്ച് ഷഹീദാവുന്നതിനേക്കാളും നിനക്ക് ഉത്തമം, അതിനേക്കാളും നിനക്ക് പുണ്യം ലഭിക്കുക പ്രായമായ ഉമ്മയെയും ഉപ്പയെയും സംരക്ഷിക്കുന്നതിനാണ്. നമ്മൾ ഓർക്കണം, നമ്മളൊക്കെ പുരയിലുണ്ടല്ലേ പ്രായമായ ഉമ്മയും ഉപ്പയും? സംരക്ഷിക്കുന്നുണ്ടോ? നമ്മൾ സംരക്ഷിക്കുന്നുണ്ടോ? പരിഗണിക്കുന്നുണ്ടോ? ഛേ എന്നൊരു വാക്ക് പോലും പറയരുതേ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ഛേ എന്ന് പറയിപ്പിക്കുമെന്നാണ് അതിനർത്ഥം. ഛേ എന്ന് പറയത്തക്ക രൂപത്തിൽ അവർ പെരുമാറിയേക്കാം, അവരുടെ സ്വഭാവങ്ങൾ നമ്മളിലേക്ക് ഉണ്ടായേക്കാം. പക്ഷെ പറയരുത്, അവിടെയാണ് സ്വർഗം ഇരിക്കുന്നത്. എത്ര പറഞ്ഞാലും തീരുവോ ഉമ്മാനെ കുറിച്ച്? താരാട്ടുപാട്ടോളം മധുരമുള്ളൊരു ശീലും ഇന്നോളം ഒരു കവിയും പാടിയിട്ടില്ല. ഉമ്മ ഇല്ലാതിനോളം ഉലകിൽ ഒരു നന്മ കനിവിൻ്റെ കടലായ എഴുതിയാൽ തീരാത്ത ദുനിയാവിലെ സുബർഗമാണെൻ്റെ പൊന്നുമ്മ. ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂമഹിമ. അതാണ് നമ്മുടെ ഉമ്മ. എത്ര പറഞ്ഞാലും തീരൂല. ആ മഹിമയാണ് എൻ്റെ ഒരു കയ്യിലുള്ളത്. എൻ്റെ ഒരു കയ്യിൽ എൻ്റെ ഉമ്മയാണ്, മറു കയ്യിൽ ആരാ? അള്ളാഹുവിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഞാൻ മഹർ നൽകി, ഞാൻ എന്നിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടുകൊണ്ട് ഞാൻ സ്വീകരിച്ച എൻ്റെ ഇണയാണ്, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഉമ്മയാണ്, എൻ്റെ പ്രിയപ്പെട്ടവളാണ്, എൻ്റെ ഭാര്യയാണ്. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ.
ദുഃഖത്തിൻ മുള്ളുകൾ തൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. എത്ര തെളിഞ്ഞാലും എണ്ണ വറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ. എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങളിൽ അന്നദാനേശ്വരി ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. അല്ലേ? അങ്ങനെയല്ലേ ഭാര്യമാരെ? നിങ്ങൾ എന്തൊന്നും മിണ്ടാത്തേ? ഇതുപോലെ ഭാര്യമാരെ കുറിച്ച് പാടിയപ്പോഴേ ഇതുപോലൊരു സംഗമത്തിൽ നിന്ന് ഒരാൾ മൈക്ക് വാങ്ങിയിട്ട് എനിക്ക് ഇനി പാടാണ്ടെന്ന് പറഞ്ഞിട്ട് പാടുക. പൂമുഖവാതിൽക്കൽ ചൂലേന്തി നിൽക്കുന്ന മൂദേവിയാകുന്നു ഭാര്യ. ആണോ? പാലോളി ഭാര്യമാരൊക്കെ അങ്ങനെയാണോ? ഈ ഭാഗമാണ് അതിന് ഉത്തരം പറയേണ്ടത്. ആണോ? ആണോ? ആണല്ലാന്ന്. ആരതിൽ ആണെന്ന് പറഞ്ഞതാരാ? ഒന്നോ രണ്ടോ പേരെ കാണുന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല അല്ലേ? ഇസ്ലാം പറയുന്നത് അങ്ങനെയല്ല. നേരത്തെ പറഞ്ഞു വച്ചു നമ്മൾ, സ്ത്രീ എങ്ങനെയാവണം, പുരുഷൻ എങ്ങനെയാവണം. നോക്കൂ നിങ്ങൾ, ഈ ഉമ്മയുടെയും മരുമകളുടെയും പ്രശ്നങ്ങൾക്കുള്ളിൽ കിടന്ന് വീർപ്പ് മുട്ടാണ് ആൺകുട്ടികൾ. ആ മക്കൾ എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടാണെന്നറിയാമോ നിങ്ങൾക്ക്? പരിശുദ്ധ ഖുർആൻ ഓർമ്മിപ്പിക്കുന്ന വചനങ്ങളെ നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാ. ഉത്തരവാദിത്തങ്ങളുണ്ട്. നിങ്ങൾ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുക അള്ളാഹുവിനോട് ചേർത്ത് വെക്കുകയാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറയുന്നതിനോടൊപ്പം ചേർത്ത് വായിക്കുകയാണ് മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുക. അത് കഴിഞ്ഞ് പറയുന്നുണ്ട് മക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുക. ഇവിടെ മക്കൾ മരുമക്കൾ എന്ന് എടുത്തു പറയുന്നില്ല. മക്കൾ മരുമക്കൾ എന്ന് വിഭാഗമില്ല. മരുമക്കളും മക്കളാണ്, മരുമക്കളും മക്കളാണ്. ആ ചിന്തയാണ് ഉണ്ടാവേണ്ടത് അല്ലേ? കൗൺസിലിങ്ങിന് വന്നൊരു പെൺകുട്ടി, ദുഃഖം തോന്നിയ, വളരെ സങ്കടം തോന്നിയ ഒരു സംഭവമായിരുന്നു അത്. കൗൺസിലിങ്ങിന് വന്ന പെൺകുട്ടി പറയാണ്, ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുമ്പോഴേ അവളെ കല്യാണം കഴിഞ്ഞ് കൊണ്ടുപോയത്. പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ വീട്ടുകാർക്ക് പഠിപ്പിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവൾ അതിന് അംഗീകരിച്ചു. അവൾ അതിന് സമ്മതം മൂലം അവൾ പഠിച്ചില്ല. പക്ഷെ അവളുടെ ഒരു ആഗ്രഹമായിരുന്നു, അവളുടെ ഈ ഫ്രീ സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ട് അവൾ ചെടി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഗാർഡനിങ് അവൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അങ്ങനെ ചെടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഭർത്താവിൽ നിന്നും സമ്മതമൊക്കെ വാങ്ങിച്ച് അവർ പറഞ്ഞു ഉമ്മാൻ്റെ അടുത്തും കൂടെ ചോദിക്കും. അങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു ചെടി ഉണ്ടാക്കണേനൊന്നും പ്രശ്നമില്ല, ഇജ് എൻ്റെ പുരയ്ക്ക് അങ്ങോട്ട് വിരുന്നു പോവും. ഇജെൻ്റെ പുരയ്ക്ക് വിരുന്ന് പോയി കഴിഞ്ഞാൽ ആരാ ഈ ചെടിയൊക്കെ നോക്കുക? ഉമ്മക്ക് നോക്കാൻ കഴിയില്ലട്ടാ, ഉമ്മ നോക്കൂലാട്ടോ എന്ന് ഉമ്മ പറഞ്ഞു. അങ്ങനെ ഉള്ള പ്രതീക്ഷയിൽ ചെടിയൊക്കെ ഉണ്ടാക്കി പറഞ്ഞതുപോലെ സംഭവിച്ചു. വീട്ടിലേക്ക് വിരുന്ന് പോയി. വിരുന്നൊക്കെ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ ചെടിയൊക്കെ ഉണങ്ങി കരിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ തലേ ദിവസമാണ് ഉമ്മാൻ്റെ മോള് വിസിറ്റിങ്ങിന് 2 ആഴ്ചക്ക് ഗൾഫ് പോയത് കേട്ടാ. ഉമ്മാൻ്റെ മോള്, ഉമ്മ പ്രസവിച്ചൊരു മകളുണ്ടല്ലോ, 2 ആഴ്ചക്ക് വിസിറ്റിങ്ങിന് ഗൾഫിൽ പോയതാ. അങ്ങനെ ഈ പെൺകുട്ടി വിരുന്നൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഈ ചെടികളൊക്കെ അവളിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മണ്ണൊക്കെ മറിച്ച് വേരൊക്കെ ഇങ്ങനെ കിഴുതെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഉമ്മ ഇങ്ങനെ പുറത്തേക്ക് വന്നിങ്ങനെ ഇത് നോക്കി നിന്നിട്ട് പറയാ, ഇപ്പോഴാണ് ഓർമ്മ വന്നത്, എൻ്റെ കുട്ടീൻ്റെ ചെടി ഉണ്ടല്ലോ ഓളെ പുരയിൽ, എൻ്റെ കുട്ടി ഉണ്ടാക്കിയ ചെടി ഓളെ പുരയിലുണ്ടല്ലോ, ഉമ്മ പോയിട്ട് അതൊക്കെ ഒന്ന് നനച്ചു കൊടുത്തിട്ട് വരാട്ടോന്ന്. എന്താ പാലോളി പെണ്ണുങ്ങൾക്കൊക്കെ തോന്നണേ? നമ്മളൊക്കെ അമ്മമാരാവൂലേ? ഇല്ലേ? ഈ സംഭവം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് 3 ആൺകുട്ടികളാ. ഞാൻ എൻ്റെ നൗഷാദ് ഖാൻ്റെ അടുത്ത് പോയി പറയാറുണ്ട്, ഇൻഷാ അല്ലാ പഠിച്ചോൻ ആയുസിട്ട് കഴിഞ്ഞാൽ 3 പെൺകുട്ടികൾ അവർ കൊണ്ടുവരും. എൻ്റെ പ്രതീക്ഷ ഇനി അതാണ്. എനിക്ക് 3 പെൺകുട്ടികൾ അവരാണ് കൊണ്ടുവരേണ്ടത്. ഈ 3 പെൺകുട്ടികളുടെ അടുത്ത് എപ്പോഴാണോ എൻ്റെ സ്വഭാവം മാറി തുടങ്ങുന്നത്, എപ്പോഴാണോ അവരെ ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മക്കളായിക്കൊണ്ട് എനിക്ക് കാണാൻ സാധിക്കാതെ വരുന്നത്, അപ്പം നിങ്ങൾ എന്നെ പുരേന്ന് മാറ്റണം കേട്ടോ എന്ന് ഞാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്നെ അനാഥാലയത്തേക്കോ അഗതി മന്ദിരത്തിലേക്കോ അല്ലെങ്കിൽ എൻ്റെ പുരയ്ക്ക് എവിടെ കൊണ്ടുപോയിട്ടാലും വേണ്ടിയില്ല, പിന്നെ എൻ്റെ പെൺകുട്ടികളെ കൂടെ എന്നെ നിർത്തരുത് ഇട്ടാന്ന്. കാരണം എന്താ? ഞാൻ പ്രസവിക്കാത്ത എൻ്റെ പെൺകുട്ടിയായി എനിക്ക് കാണാൻ പറ്റണം. നിങ്ങൾ ഓർത്ത് നോക്കൂ, ആണുങ്ങൾക്ക് നിക്കാഹ് കഴിയുന്നതോട് കൂടിയിട്ട് മാറ്റമൊന്നും വരുന്നില്ല അല്ലേ? അതുവരെ ഉള്ള വീട്ടിൽ തന്നെയാ, അതുവരെ കിടന്നുറങ്ങുന്ന ബെഡ്റൂമിൽ തന്നെ നമ്മൾ പെണ്ണുങ്ങളെല്ലാം ഉപേക്ഷിച്ച് വരികയാണ്. നമ്മളെല്ലാം ഉപേക്ഷിച്ച് അതുവരെ നോക്കി വളർത്തിയ ഉമ്മാനെയും ഉപ്പാനെയും നമ്മൾ കിടന്നുറങ്ങിയ ആ ശ്വാസവും ആ വായുവും ആ വീടും അറ്റ്മോസ്ഫിയർ എല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ കയറി വരികയാണ് മറ്റൊരു വീട്ടിലേക്ക്.
അവിടെ ആ മകളായിക്കൊണ്ട് ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മകളോട് ഞാൻ എപ്രകാരമാണോ ആ സ്നേഹം, ആ വാത്സല്യവും ആ കാരുണ്യവും നൽകുമേ എന്ന ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടി സ്വീകരിക്കുമ്പോൾ എവിടെയാ പ്രശ്നങ്ങൾ ഉണ്ടാവുക? ഇല്ലേ? പെൺകുട്ടി കേൾക്കണത് എന്താ? ചെറുപ്പം മുതലേ നമ്മൾ വല്യമാരും ഉമ്മാരും പെൺകുട്ടിയൊക്കെ പറഞ്ഞു കൊടുക്കണത് എന്താ? വേഗം എണീക്ക്, നേരത്തെ എണീക്ക്, ആരാൻ്റെ പുരയ്ക്ക് പോവാനുള്ളതാണ്, അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം കേട്ടോ എന്ന്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഞാൻ ഒരിക്കലും അംഗീകരിക്കാത്തൊരു കാര്യമാണത്. ആരാൻ്റെ വീടാണോ ഈ പെൺകുട്ടിക്ക് കയറി ചെല്ലാനുള്ളത്? ആരാൻ്റെ വീടാണോ? ആരാൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സിലായില്ലേ? വടകര ആരാൻ്റെ വീട് തന്നെയല്ലേ പറയാ, അല്ലേ? അന്യൻ്റെ വീട്, അല്ലേ? അന്യൻ്റെ പുറകെ പോവാനുള്ളതാണ്, അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. ദാറ്റ്സ് നോട്ട് അന്യൻ. അന്യൻ്റെ വീടല്ല നമ്മൾ കയറി ചെല്ലുന്ന വീട്. നിക്കാഹ് എന്ന കർമ്മത്തിലൂടെ ആ വീട്ടിലെ മകളായിക്കൊണ്ട് കയറി ചെല്ലുകയാണ്. നമ്മളുള്ളിൽ എന്താ വേണ്ടത്? എന്നെ പ്രസവിക്കാത്ത എൻ്റെ ഉമ്മയാണ്. എൻ്റെ ഉമ്മ എന്നെ ശകാരിക്കും, എൻ്റെ ഉമ്മ എന്നെ ഗുണദോഷിക്കും, എൻ്റെ ഉമ്മ എന്നെ ഉപദേശിക്കും, എൻ്റെ ഉമ്മ എൻ്റെ തെറ്റുകൾ തിരുത്തി തരും. ഉമ്മ നമ്മെ വഴക്ക് പറഞ്ഞാലും നമ്മൾ ഉമ്മാന്നും പറഞ്ഞാൽ കരയുക, അല്ലേ? പാലോളി പെണ്ണുങ്ങളൊക്കെ അങ്ങനെയല്ല കരയല്ലേ? ഉമ്മ നമ്മളെ വഴക്ക് പറഞ്ഞാൽ എൻ്റെ ഉമ്മാന്നും പറഞ്ഞിട്ട് നമ്മൾ കരയുക. പക്ഷെ അമ്മായിമ്മ വഴക്ക് പറഞ്ഞാലോ ഐ വോണ്ട് ഡിവോഴ്സ്, അല്ലേ? അമ്മായിമ്മ അങ്ങനെയല്ല മോളെ, ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഐ വോണ്ട് ഡിവോഴ്സ്. അതാണ് നമ്മുടെയൊക്കെ മനോബലം. അതെന്തുകൊണ്ടാ? അന്യൻ്റെ പുരയാണ്, അവിടെ ഞാൻ ഒറ്റയാണ് എന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്. അന്യൻ്റെ പുരയല്ല, എൻ്റെ പുരയാണ്. എൻ്റെ വീട്ടിൽ ഞാൻ എങ്ങനെയാണോ അതുപോലെ അവിടെയും, എൻ്റെ ഉമ്മ എന്നോട് എങ്ങനെയാണോ അതുപോലെ അവിടെയും ബാധ്യതയുണ്ട്. അൽ മർഅതു റാഇഅത്തുൻ ഫീ ബൈതി സൗജിഹാ. ഇസ്ലാം മതം പഠിപ്പിക്കുകയാണ്, സ്ത്രീ എന്ന് പറഞ്ഞാൽ അവളുടെ ഭർതൃഗൃഹത്തിൻ്റെ റാണിയാണ്. ഭർതൃഗൃഹത്തിൻ്റെ റാണിയാണ് ഇന്നലെ റാണി, ഇല്ലേ? ഇത് ഈ ഒരു കോണ്ടെക്സ്റ്റ് ഒരു തവണ വായിച്ച സമയത്ത് മുമ്പിലിരിക്കുന്ന ഉമ്മ എണീറ്റ് നിന്നിട്ട് പറയാ, റാണിയൊന്നുമല്ല മോളെ, കോണിയാണ് കോണിന്ന്. കോണിയോ? ഇതെന്തമ്മ നിങ്ങൾ കോണി എന്ന് പറയണേ? അപ്പം ഉമ്മ പറയാണ്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാവരും നമ്മളെ മേപ്പെട്ട് കയറല്ലേ. പെരയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും, വീട്ടിൽ എന്ത് പ്രോബ്ലം ഉണ്ടായാലും പെണ്ണുങ്ങളാണ് കാരണം. അതുകൊണ്ട് നമ്മൾ റാണിയൊന്നല്ല, കോണിയാണ്. കോണിയല്ല, അല്ലേ? കോണിയല്ല, ഏണിയല്ല, നമ്മൾ റാണികളാണ് നമ്മൾ. റാണികളായി വാഴ്ത്തപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് എല്ലാ ബന്ധങ്ങളിലും നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. പുരുഷൻ അവരുടെ ഭാര്യ സന്താനങ്ങളുടെയും മാതാപിതാക്കളുടെയും ബാധ്യത ഏൽപ്പിക്കപ്പെട്ടവരാണ് എങ്കിൽ സ്ത്രീ അവളുടെ ഭർതൃഗൃഹത്തിൻ്റെ അധിപയാണ് എന്ന് ഇസ്ലാം മതം വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളാണ് അധിപകൾ. അവിടെ വിള്ളലുകൾ ഉണ്ടാക്കരുത്. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുക, നിങ്ങളുടെ മക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുക, നിങ്ങളുടെ ബന്ധുക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുക. നിങ്ങളുടെ വലത് കൈ ഉടമപ്പെടുത്തിയ അടിമകളോട്, അയൽപക്കക്കാരോട്, രക്തബന്ധത്തിലുള്ള അയൽപക്കക്കാരോട്, അന്യരായ അയൽപക്കക്കാരോട്, ഇങ്ങനെ എടുത്തെടുത്ത് ഓരോ ബന്ധങ്ങളെയും എടുത്ത് സംസാരിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. അത് തന്നെയല്ലേ ഇവിടെ ഇങ്ങനെ കാണുന്നത്, അല്ലേ? ആ ഒരു മനോഹാരിത തന്നെയാണ് ഇന്ന് ഈ ദിവസം ഈ പാലോളി സംഗമത്തിൽ നമ്മൾ കണ്ടുവരുന്നതും. ഈ ഊഷ്മളത ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ഉണ്ടായി വരുന്ന ഈ ആനന്ദം, ഈ ആഹ്ലാദം, ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് നിങ്ങൾ പോയി കഴിഞ്ഞാലും ബന്ധങ്ങൾക്കുള്ളിൽ നിങ്ങൾ സൂക്ഷിക്കുക. അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മക്കൾക്ക് ഉപദേശിക്കുകയാണ്. മക്കളെ എല്ലാം ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, മക്കളെ, കുടുംബ ബന്ധം മുറിച്ചവനുമായിട്ടുള്ള സമ്പർക്കം നിങ്ങൾ സൂക്ഷിക്കണം. കുടുംബ ബന്ധം മുറിച്ചവനുമായിട്ട് നിങ്ങൾ സമ്പർക്കം പുലർത്തരുത്, അവനുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടരുത്, നിങ്ങൾ ബന്ധമുണ്ടാക്കരുത്, നിങ്ങൾ ബന്ധം സൂക്ഷിക്കരുത് എന്ന് അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ മക്കൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഉപ്പ അങ്ങനെ? ഉപ്പ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഉപ്പ പറയാണ്, പരിശുദ്ധ ഖുർആനിൽ 3 ഇടങ്ങളിൽ കുടുംബ ബന്ധം ശിഥിലമാക്കിയവനെ ലഅനത്ത് എന്ന് അല്ലാഹ് പറയുന്നുണ്ട്. ലഅന എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ ശാപം ഇറക്കപ്പെട്ടവൻ. അള്ളാഹു ശപിക്കുകയാണ്. അള്ളാഹു ശപിച്ചവനാണ് കുടുംബ ബന്ധം മുറിക്കുന്നവൻ. നമ്മൾ ഓർക്കണം, അല്ലേ? പലപ്പോഴും വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഏറ്റവും ബന്ധമുള്ള ആളുടെ അടുത്ത്, നമുക്ക് ഏറ്റവും സ്നേഹമുള്ള ആളുടെ അടുത്ത് നമ്മൾ പരാതി പറയും, അയാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തു കേട്ടോ, അല്ലെങ്കിൽ അവൾ ഇന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അവൾ ഇന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറി, അവൻ ഇന്ന് ചെയ്തത് ഒട്ടും ശരിയായില്ല. കേൾക്കുന്ന ആളുടെ ഉള്ളിൽ ആ വ്യക്തിയോട് വെറുപ്പുണ്ടാവുന്നുണ്ടോ? കേൾക്കുന്ന ആളുടെ ഉള്ളിൽ ആ വ്യക്തിയുമായിട്ട് വിള്ളലുണ്ടാവുന്നുണ്ടോ? ആ വ്യക്തിയോട് അകൽച്ച തോന്നുന്നുണ്ടോ? നമ്മളെയാണ് പടച്ച തമ്പുരാൻ ശപിക്കുന്നത്. നാം ആണ് ആ ബന്ധം ശിഥിലമാക്കിയത്.
അതിനുള്ള പരിണിത ഫലം നാം ആണ് അനുഭവിക്കേണ്ടത്. സൂക്ഷിക്കുക, വാക്കുകളെ സൂക്ഷിക്കുക, ബന്ധങ്ങളെ ഊഷ്മളമാക്കുക. നോക്കൂ നിങ്ങൾ, സമ്പത്തിൻ്റെ പേരിൽ ഒരു ഉമ്മയുടെ ഒരേ വയറ്റിൽ കിടന്ന് പുറത്തേക്ക് വന്ന ഒരേ രക്തം സിരകളിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യന്മാർ തമ്മിൽ പിണങ്ങുന്നില്ല 5-10 സെന്റിന്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു മതിലിന്റെ പേരിൽ, അല്ലെങ്കിൽ മരം ചാഞ്ഞതിന്റെ പേരിൽ. നിങ്ങൾ ഓർത്ത് നോക്കൂ, എത്ര നൈമിഷിക നമ്മുടെയൊക്കെ ജീവിതം. ഈ മൈക്ക് ഇവിടെ വെച്ചിട്ട് എനിക്ക് എൻ്റെ മക്കളെടുത്ത് പോകാൻ പറ്റുന്ന ഒരു ഉറപ്പില്ല. ഈ ശ്വാസത്തെ ഞാനിങ്ങ് മുകളിലേക്ക് എടുത്ത് തിരിച്ച് പറഞ്ഞയക്കുമെന്ന് എനിക്കൊരു വിശ്വാസമില്ല. എൻ്റെ തമ്പുരാൻ കനിഞ്ഞെങ്കിലേ ഉള്ളൂ, എൻ്റെ നാഥൻ എനിക്ക് ആയുസിട്ടെങ്കിലേ ഉള്ളൂ. പിന്നെ എന്തിനാ നമ്മളെ ഇടയിൽ പകയും വിദ്വേഷവും ഒക്കെ? പിന്നെ എന്തിനാണ് കുറുമ്പും കുശുമ്പും ഒക്കെ? പോയി സലാം പറയണം, അസ്സലാമു അലൈക്കും എന്ന് സമാധാനത്തെ വർഷിക്കാൻ പ്രാർത്ഥിക്കണം, കെട്ടിപ്പിടിക്കണം, പൊറുക്കണമേ എന്നൊന്ന് ക്ഷമിച്ചു കൊടുക്കണം. പരിശുദ്ധ ഖുർആൻ പറയുന്നത് അതാണ്. നിങ്ങൾക്ക് പക വീട്ടണമെന്ന് തോന്നുമ്പോൾ, നിങ്ങൾക്ക് പകരം വീട്ടണമെന്ന്, പക ചെയ്യണമെന്ന് നിങ്ങളുടെ ഉള്ളിൽ തോന്നുമ്പോൾ, നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം ക്ഷമിക്കുകയും സഹനം അവലംബിക്കുകയും ചെയ്യുന്നതാണ്. പക ചെയ്യുന്നതല്ല, പക വീട്ടുന്നതല്ല. അതുകൊണ്ടല്ലേ ഹബീബ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പള്ളിയിൽ വന്ന് മൂത്രമൊഴിക്കുകയാണ് ഒരാള്. ആ മൂത്രമൊഴിച്ച ആൾ അവിടെ നിന്ന് ആട്ടി ഓടിക്കുമ്പോൾ സ്വഹാബിമാരുടെ അടുത്ത് ഉണർത്തുകയാണ്, ഹൃദയത്തെ നീ വിശാലമാക്കണമേ. ഈ പ്രാർത്ഥന സദാസമയം നമ്മളിൽ ഇങ്ങനെ ഉരുവിടാൻ സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കള് തെറ്റുകൾ സംഭവിച്ചേക്കാം, അവരുടെ പ്രായമാണ്, കൗമാരപ്രായമാണ്. പെൺകുട്ടികളിൽ ഈസ്ട്രജനും ആൺകുട്ടികളിൽ ടെസ്റ്റോസ്റ്റിറോണും ഉണ്ടാവുന്ന പ്രായമാണ്. ഈ ഹോർമോണിൻ്റെ വേരിയേഷൻസ് കാരണം പല മാറ്റങ്ങളും അവരുടെ ശരീരത്തിനും മനസ്സിനും ചിന്തകൾക്കും ഒക്കെ ഉണ്ടാവാം. തെറ്റുകൾ സംഭവിച്ചേക്കാം, ചേർത്ത് പിടിക്കുക. വഴുതി വീഴുമ്പോൾ താഴെ തലയിടിച്ച് വീഴാതിരിക്കാൻ താങ്ങായിട്ട് പാരൻസ് ഉണ്ടാവണം. താങ്ങും തണലുമായിട്ട് ഉമ്മയും ഉപ്പയും താഴെ ഇരിക്കണം. ഒറ്റപ്പെടുത്തരുത്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒറ്റപ്പെടുത്തിയാൽ, മക്കളെ അവഗണിച്ചാൽ, നാളെ പരലോകത്ത് വെച്ച് അള്ളാഹു നിങ്ങളെ കാരുണ്യം കൊണ്ട് നോക്കുക പോലും ചെയ്യില്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അള്ളാഹു സംസാരിക്കില്ല എന്ന് മാത്രമല്ല, കാരുണ്യം കൊണ്ട് നോക്കുക പോലും ചെയ്യില്ല. തെറ്റ് കാണുമ്പോഴത്തേന് എനിക്കിങ്ങനെ ഒരു കുട്ടിയെ ഇല്ല എന്ന് പറയലല്ല, ചേർത്ത് പിടിക്കുക. ധാർമ്മികതയുടെ വഴി, നന്മയുടെ വഴി കുഞ്ഞിന് കാണിച്ചു കൊടുക്കുക, നല്ല മാർഗത്തിലൂടെ നടത്തുക. ഈ ഒരുമയും ഈ സ്നേഹവും ഈ ബന്ധവും ഇതുപോലെ ഇങ്ങനെ എന്നും എന്നും നിലനിർത്താൻ സർവശക്തനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, നാളെ ഇന്നൊരു ദിവസത്തോടു കൂടി മാത്രമല്ല, നാളെയും ഒരുപാട് വർഷങ്ങളോളം നിങ്ങളുടെ ഈ സ്നേഹബന്ധം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് തലമുറകൾക്ക് ഉത്തമ മാതൃകയായി തീരാൻ ഈ പാലോളി കുടുംബത്തിന് സാധിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.